ഇന്ന് നമ്മൾ ഡ്രിപ്പ് ക്ലൈൻറ്റിൻ്റെ ഫുൾ മലയാളം റിവ്യൂ ആണ് ചെയ്യണത്. നമ്മുടെ മലയാളം ഹാക്കിംഗ് കമ്മ്യൂണിറ്റിയിൽ ഇതാരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം. അപ്പോൾ നമുക്ക് ഡ്രിപ്പ് ക്ലൈൻറ്റ് റിവ്യൂ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ. നമ്മൾ ഈ മെനു ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണുന്നത് എയിംബോട്ടിൻ്റെ സെക്ഷനാണ്. അത് നമ്മൾ എന്നേബിൾ ഫങ്ഷൻസ് ആദ്യം തന്നെ ഓൺ ആക്കിയിടണം. എന്നാലേ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ എന്നേബിൾ ആകത്തുള്ളൂ. പേരിൽ തന്നെ ഭയങ്കര ഓബ്വിയസ് ആയിട്ട് മനസ്സിലാവും ഫങ്ഷൻസ് എന്നേബിൾ ആക്കാനാണ്. പിന്നെ ഇതിൽ ഡ്രോ ESP, ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡ്രോ എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് നോക്കാം. ഡ്രോ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഏതൊരു കൊണ്ടുവന്ന് കൊല്ലണം. നമുക്ക് ഡ്രോ ലൈൻ ഉണ്ട്. ഡ്രോ ലൈൻ ഓൺ ആക്കിയിട്ടാൽ ഞാൻ കാണിച്ചു തരാം. കണ്ട് എനിമിയുടെ തലയുടെ മുകളിൽ ഇങ്ങനെ വര ഉണ്ടാവും. അപ്പം വര വെച്ചിട്ട് എനിമിയുടെ ലൊക്കേഷൻ കാണാം. കണ്ട തലയുടെ മുകളിൽ മൊത്തമായിട്ടുണ്ടാവും. അതിൻ്റെ ഡ്രോ ബോക്സ് ഉണ്ട്. അപ്പം നമുക്ക് എനിമിൻ്റെ ചുറ്റും ഇങ്ങനെ ബോക്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഡ്രോ ഹെൽത്ത് ബാറാണ്. അടുത്ത ഫംഗ്ഷൻ ഡ്രോ ഹെൽത്ത് ബാറാണ്. അത് ഓണാക്കിയിട്ടാൽ എനിമിക്ക് എത്ര ഹെൽത്ത് ഉണ്ട്, ചിലവന്മാരൊക്കെ അതോടെ ചാവാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കാണാൻ പറ്റും, എനിമിക്ക് എത്ര ഹെൽത്ത് ഉണ്ട്. പിന്നെ ഡ്രോ നെയിമിൽ നമുക്ക് വരുന്നത് എനിമിയുടെ പേര് നമുക്ക് കാണാൻ പറ്റും. ദേവന്മാരുടെ തലയുടെ മുകളിൽ കുഞ്ഞ് പേര് കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്രോ ഡിസ്റ്റൻസ് ഉണ്ട്. അത് ആ പേരിൻ്റെ സൈഡിൽ തന്നെ എത്ര മീറ്റർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടുമാണ് ഇപ്പം ESPയുടെ ഫങ്ഷൻസിനുള്ള. പിന്നെ ഉള്ളത് നമുക്ക് ഡ്രോ സ്കെയിലൊക്കെ കൂട്ടിയിടാം. അത് ഞാൻ കൂട്ടിയിട്ടപ്പോൾ അതേ പേരൊക്കെ ഞാൻ കാണിച്ചു തരാം. പേരൊക്കെ ഭയങ്കര വലുതായിട്ടിരിക്കുന്നുണ്ട്, പേര് ഡിസ്റ്റൻസ്. അതിനാണ് ഈ ഡ്രോ സ്കെയില്. നമുക്ക് ഡ്രോ ലൈനിൻ്റെ പൊസിഷൻ ഇതിപ്പം മിഡിലിൽ നിന്നാക്കാൻ പറ്റുന്നത്. ഇതേ കണ്ട നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ ഡ്രോ ലൈൻ വന്നത്. അത് നമുക്ക് മിഡിലിൽ നിന്ന് മാറ്റി ബോട്ടം ആക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ഇനിമേണത് അടിയിൽ നിന്നായിരിക്കും വന്നത്. കണ്ട അടിയിൽ നിന്നായിരിക്കും ഇപ്പോൾ ലൈൻ വന്നത്. ഞാൻ ജനറലി ടോപ്പിലാണ് ഉള്ളത്, അതാ കാണാൻ രസം. പിന്നെ നമുക്ക് പ്ലെയർ, ഇത് നമ്മുടെ മെമ്മറി ഹാക്കാണ്. ഇതിൽ വരുന്ന ഫങ്ഷൻസ് എന്ന് വെച്ചാൽ 8 മീറ്റർ ടെലിപ്പോർട്ട്. അത് ഞാൻ കാണിച്ചില്ല. കണ്ട ഇവന്മാർക്ക് നമ്മുടെ തലയിൽ ഇങ്ങനെ ടെലിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അടിച്ചിടാൻ പറ്റും. ഇപ്പോൾ എനിമി സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുകയാണ്, നമ്മൾ അടിയിലത്തെ ഫ്ലോറിൽ നിൽക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ നമ്മുടെ അടുത്തോട്ട് വന്ന് അടിച്ചിടാൻ പറ്റും. പിന്നെ ഗോസ്റ്റ് പ്ലെയർ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓടിക്കളിക്കാം. പക്ഷെ അവന്മാർക്ക് ദൈവന്മാരൊന്നും തന്നെ അടിക്കൂല. കണ്ടോ കാണാൻ പോലും പറ്റൂല അവന്മാർക്ക് തന്നെ. ഞാൻ ഇവിടെ നിൽക്കണ പോലെയാണ് കാണുന്നത്. അത് അവിടെ നിൽക്കണ പോലെയാണ് അവന്മാർ കാണുന്നത്. ഗോസ്റ്റ് പ്ലെയർ ഓഫാക്കി നമ്മൾ തിരിച്ച് ടെലിപ്പോർട്ടായ സ്ഥലത്ത് തന്നെ, എന്ന് വെച്ചാൽ ഓണാക്കിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരും. അതാണ് ഗോസ്റ്റ് പ്ലെയറിൻ്റെ ഫങ്ഷൻസ്. പിന്നെ അടുത്തുള്ളത് പ്ലെയർ അപ്പ്. അത് ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഇതിൻ്റെ പുറത്തിറങ്ങണമല്ലോ ആദ്യം ഒരു സെൻറ്റ്. എവിടെ കണ്ട പ്ലെയറൊക്കെ കുറച്ചും കൂടി കാറ്റത്ത് നിൽക്കണമല്ലോ ഒന്നും. അപ്പം നമുക്ക് അടിച്ചിടാൻ കുറച്ചും കൂടി, എന്ന് വെച്ചാൽ കവറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചിടാൻ കുറച്ചും കൂടി എളുപ്പം ആയിരിക്കും. അതിനാണ് പ്ലെയർ അപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്ലെയർ അപ്പ് കഴിഞ്ഞിട്ട് തന്നെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്പീഡ് ടൈമറാണ്. സ്പീഡ് ടൈം എന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടാൻ പറ്റും. ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇപ്പോൾ സ്പീഡ് ടൈമർ ഗ്ലിച്ചാണ്. പക്ഷേ ക്ലാഷ് സ്ക്വാഡ് ഫുൾ മാപ്പൊക്കെ കളിക്കുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരാറില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഫങ്ഷൻസ് എന്ന് വെച്ചാൽ വെയിറ്റ്, ഇനി നമ്മളെ ഡ്രോയും പ്ലെയറും കഴിഞ്ഞ്, മെമ്മറി ഹാക്കും കഴിഞ്ഞ്, ലൊക്കേഷൻ ഹാക്കും കഴിഞ്ഞ്, ഇനിയുള്ള നമ്മുടെ എയിംബോട്ട് ഫങ്ഷൻസ് ആണ്. എയിംബോട്ട് ഫങ്ഷൻസിൽ നമ്മൾ ആദ്യമായിട്ട് വന്നത് എയിംബോട്ട് ലെജിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. എയിംബോട്ട് ലെജിറ്റ് ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഡ്രാഗ് ഹെഡ് ഷോട്ട്, നമ്മൾ സാധാ ഡ്രാഗ് ഹെഡ് ഷോട്ടാണ്. കണ്ട ഞാനിത് മുകളിലോട്ടാക്കുന്നത്, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. സാധാ ഡ്രാഗ് ഹെഡ് ഷോട്ടാണ്. ഞാൻ ഡ്രാഗ് പോലും ചെയ്യാണ്ട് വെറുതെ, എന്നിട്ട് നമ്മൾ സാധാ പോലെ മേത്ത് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഹെഡ് കയറും. ഡ്രാഗ് ഹെഡ് ഷോട്ടാണ് എയിംബോട്ട് ലെജിറ്റ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഹാക്കറാണെന്നല്ല, കഴിവാണെന്നനുസരിച്ച് കളിക്കണം എന്നുള്ളവർ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കളിക്കുക. അപ്പോൾ എന്നിട്ടാണ് ഒരു ബോഡി കൊണ്ടിട്ട് നേരെ ഹെഡിൽ ലോക്കാവും. ഞാൻ കാണിച്ചു തരാം. കണ്ട ഒരു ബോഡി കൊണ്ട് നേരെ ഹെഡിൽ ലോക്കാവും. അപ്പോൾ ആദ്യം ആൾക്കാർക്കൊന്നും ഡൗട്ട് അടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹാക്കറല്ല, ലെജിറ്റ് മര്യാദക്ക് കളിക്കുന്ന ആളാണ്, ഫെയർ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ മുമ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ സൈലന്റ് എയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. സൈലന്റ് എയിം ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ തറയിലോട്ട് വെടി വെച്ചുകൊണ്ടിരിക്കുക. എലിമിയുടെ മേത്തോട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നോളും. കണ്ട ഞാൻ തറയിലോട്ടാ വെടിവെക്കണേ, എനിമിയുടെ മേത്തോട്ടാ പോണത്. അതാണ് സൈലന്റ് എയിമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻവൈറ്റ് ഒക്കെ ഉണ്ടല്ലോ എവിടെ ഇങ്ങനെ നിന്നിട്ട് എവിടെ വേണമെങ്കിലും അടിച്ച് എല്ലാ എണ്ണം കവറിലേക്കാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മതി. എനിമിയുടെ മേത്തോട്ട് ഇങ്ങനെ പൊക്കോളും. പിന്നെ ഹെഡ് മിക്കപ്പോഴും കൊള്ളാറുണ്ട്. പിന്നെ ചില തോക്കിനൊന്നും ഹെഡ്, അതിൻ്റെ UMP ഒക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നിന്നിട്ടടിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹെഡ് കയറുന്നുണ്ട്.
അപ്പോൾ ഇതാണ് സൈലന്റ് നെയിമിൻ്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കാണ്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കളിക്കാം. നമുക്കത് സൈലന്റ് നെയിമിൻ്റെ ഒപ്പം നോ റീകോൾ ഓൺ ആക്കിയിടാം. അപ്പോൾ നോ റീകോൾ ഫംഗ്ഷൻ ഞാൻ പറയണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അയ്യോ, സാധനം ഇങ്ങോട്ട് വന്നു. നോ റീകോൾ ഫംഗ്ഷൻ ഞാൻ പറയണം എന്ന് എനിക്ക് തോന്നണില്ല. റീകോൾ ഉണ്ടാകത്തില്ല. അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇവിടെ പോയി കാണിച്ചുതരാം. നമുക്ക് സൈലന്റ് നെയിമിന് മുമ്പ് നോ റീകോൾ ഫംഗ്ഷൻ ഞാൻ കാണിച്ചുതരാം. വെയിറ്റ് ചെയ്യും. നമ്മൾ തിരിച്ചു വന്നു. അതായത് എനിക്ക് ലാഗ് അടിച്ച എൻ്റെ ഡിവൈസ് ഇത്തിരി അത്ര ഹൈ എൻഡ് ഡിവൈസ് അല്ല. അന്ന് ലാഗ് അടിച്ചപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്നിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത് നോ റീകോയിൽ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ നല്ല റീകോയിലുള്ളൊരു പിടിക്കട്ടെ. UMP ഇത് കണ്ടോ, ഇത് ഞാൻ എവിടെയെങ്കിലും മൂലക്കലോട്ട് കയറ്റിയാൽ ഓക്കെ. നോ റീകോയിൽ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ റീകോയിലേ ഇല്ല. ചിലവന്മാരൊക്കെ സെൻസി എന്ന് പറഞ്ഞതൊക്കെ കൊടുക്കലുണ്ട്. നോ റീകോയിൽ എന്ന് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ റീകോയിലില്ല. അതാണ് നമ്മൾ നോ റീകോയിൽ ഫംഗ്ഷൻ്റെ ഇത്. പിന്നെ സൈലൻ്റ് ഗെയിം നിങ്ങളെ കാണിച്ചാൽ ഇനി നമുക്ക് ലാസ്റ്റത്തെ ഫംഗ്ഷനാണ് വന്നത് എയിം കില്ല്. ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എയിം കില്ല് ഞാൻ കാണിച്ചു തരാം. എയിം കില്ലിപ്പം വന്നൊരു ഫംഗ്ഷനാണ് ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കണ്ട, ഞാൻ വെടിവെച്ച് പോലും ഇല്ല, സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അടിക്കുക, ചത്തോളും. നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാനില്ല. എനിമീനെ കണ്ട എനിമി ചത്തോളും. അതാണ് എയിം കില്ലിൻ്റെ പ്രത്യേകത. എയിം കില്ല് ഇപ്പോൾ സേഫായിട്ട് ഓടണമാകെ വളരെ കുറച്ച് ഹാക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ഇതൊരെണ്ണമാണ് നോൺ റൂട്ടിൻ്റെ. ഇതൊക്കെ നോൺ റൂട്ടിന് റൂട്ട് ഡിവൈസിൻ്റെ ആവശ്യമില്ല. ഡ്രിപ്പ് ക്ലൈൻറ്റ് നോൺ റൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയ പാനലാണ്. റൂട്ടിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഡ്രിപ്പ് ക്ലൈൻറ്റ് ഒന്നും അവൈലബിൾ അല്ല. നോൺ റൂട്ടിനും ഒരേ എന്തുകൊണ്ടാണ് APK ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഇഞ്ചെക്റ്റ് ചെയ്യില്ല, ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആൻഡ് പ്ലേ ആണ്. കീയൊക്കെ ഞങ്ങൾ തരും. അതിൻ്റെ സെറ്റപ്പ് വീഡിയോ എല്ലാം ഞങ്ങൾ സെറ്റപ്പ് ഒന്നുമില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ കളിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അത് പറയണതിനിടയിൽ ഗില്ലിട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ ആവുകയും ചെയ്തു. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കോൺടാക്ട് ചെയ്തിട്ട് ഇത് വാങ്ങിച്ച് ഇത് കളിക്കാവുന്നതാണ്. അപ്പോൾ ബൈ.